തൃശൂർ അന്തിക്കാട് നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിൽ റോഡ് പൊളിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധം. പുത്തൻകോവിലകം റോഡാണ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിൽ പൊളിച്ചിട്ടിരിക്കുന്നത്. റോഡിന് കുറുകെ കലുങ്ക് നിർമ്മിക്കാനായി സ്ലാബുകൾ ഇളക്കി മാറ്റിയെങ്കിലും നിർമ്മാണം നടത്താതെ ജനങ്ങളെ ബുദ്ധിമുട്ടുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. അന്തിക്കാട് സെന്ററിന് സമീപം KGM സ്കൂളിനോട് ചേർന്ന് കിടക്കുന്നതാണ് പുത്തൻകോവിലകം റോഡ്. 28 വർഷങ്ങൾക്കിപ്പുറം 1.5 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ടാറിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയും അനുവദിച്ചു. റോഡിന് തുടക്കത്തിലുള്ള കലുങ്ക് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം തുടങ്ങാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സർക്കാർ സംവിധാനത്തിൽ വന്ന പാകപ്പിഴകളാണ് ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചതെന്ന് റോഡ് കമ്മിറ്റി പ്രസിഡന്റ് രഘുനാഥൻ പറഞ്ഞു. സർക്കാരിന്റെ സംവിധാനങ്ങളിൽ വന്ന പാകപ്പിഴകൾ മൂലം ഈ റോഡ് ടെൻഡർ എടുത്ത ആൾക്ക് വേനൽക്കാലത്ത് തന്നെ പണിയെടുക്കാൻ സാധിച്ചില്ല. മഴക്കാലത്ത് പണി തുടങ്ങിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ വെച്ചാൽ പഞ്ചായത്തിലെ എഞ്ചിനീയർ മാറിപ്പോയി, പുതിയ ആൾ വന്ന് ചാർജ് എടുത്തിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈകിപ്പോയി. പണി തുടങ്ങി ഇത്രത്തോളം ആയപ്പോഴും ഒരു കാന പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ബ്ലോക്കിലെ എഞ്ചിനീയർ മാറിപ്പോയി. ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് നിൽക്കുന്നത്. റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് മൂലം സമീപത്തെ സ്കൂളുകളിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അന്തിക്കാട് പാടശേഖരങ്ങളിലേക്ക് എത്തുന്ന കർഷകരും ദുരിതത്തിലാണ്. അതേസമയം ബ്ലോക്കിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം മാറിപ്പോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ വ്യക്തമാക്കി. തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് പുതിയ ഉദ്യോഗസ്ഥനെ ചുമതല ഏൽപ്പിച്ചെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നത് നമ്മുടെ ബ്ലോക്കിലെ IXC ആണ് ഇതിൻ്റെ നിർവഹണം നടത്തുന്നത്. അവർ സ്ഥലം മാറിപ്പോയി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വൈകിയത്. അപ്പോൾ നമ്മൾ നിരന്തരമായി മന്ത്രിയെ ഇടപെട്ട് ഇവിടേക്ക് വരുന്ന ആളെ ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് അവർ നാളെ തന്നെ ചാർജ് എടുത്ത് അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.